തൃശ്ശൂർ കെ രാധാകൃഷ്ണൻ എംപിയുടെ ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതി ചേർക്കപ്പെട്ട ഇഡിയുടെ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസ് മാർച്ച്, യൂത്ത് കോൺഗ്രസ് മാർച്ചാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് തടുക്കുന്നത്, എതിർക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ എംപിയുടെ ചേലക്കരയിലെ ഓഫീസിലേക്ക് പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൂരജ് സജി, ഞങ്ങളുടെ പ്രതിനിധി, അല്പസമയത്തിനകം പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടാകും. നേരത്തെ തന്നെ ഈ മാർച്ച് ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞിരുന്നു. ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ച സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും. സൂരജ് സജി, ഞങ്ങളുടെ പ്രതിനിധി, സംഭവ സ്ഥലത്തുണ്ട്. സൂരജിന്റെ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. സൂരജ്, പറയൂ വിവരങ്ങൾ. ഗോപികൃഷ്ണൻ, കെ രാധാകൃഷ്ണൻ എംപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച്, അതിൽ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള പ്രവർത്തകരുടെ ശ്രമം, അത് ജലപീരങ്കി ഉപയോഗിച്ച് തടയാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്മാറാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. പോലീസും പ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇപ്പോൾ ഒരു 10 മിനിറ്റോളമായി ഈ ജലപീരങ്കി പ്രയോഗിക്കുന്നത് തുടരുന്നു. പക്ഷേ പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്ന അല്ലാതെ പിന്മാറാൻ തയ്യാറാകുന്നില്ല. അല്പം മുൻപായിരുന്നു ഈ കെ രാധാകൃഷ്ണൻ എംപിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് എംപിയുടെ ചേലക്കരയിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ഈ ഓഫീസിന് സമീപത്ത് ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ AICC അംഗം അനിലക്കര ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബാരിക്കേഡ് മറികടന്ന് പിന്മാറാനുള്ള ശ്രമം നടത്തിയത്. ഇതോടുകൂടി ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ആ ജലപീരങ്കി പ്രയോഗിക്കുന്നത് താൽക്കാലികമായി അവസാനിപ്പിച്ചതോടുകൂടി വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാരിക്കേഡ് മറിക്കാനുള്ള ഒരു ശ്രമം, അത് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട്, വള്ളത്തോൾ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്മാറുന്നില്ല. ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ രാധാകൃഷ്ണനെ ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതി ചേർത്ത പശ്ചാത്തലത്തിൽ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഗോപികൃഷ്ണൻ, ജലപീരങ്കി പ്രയോഗിക്കുന്നതിന്റെ സൈറം മുഴങ്ങിയിരിക്കുന്നു. വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് രണ്ടാം ഘട്ടം ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റോളം ആദ്യഘട്ടത്തിൽ പ്രയോഗിച്ചു. അതിനുശേഷം വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ കെ രാധാകൃഷ്ണനെ പ്രതി ചേർത്ത പശ്ചാത്തലത്തിൽ കെ രാധാകൃഷ്ണൻ രാജിവെക്കണം, MP സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ മാർച്ച്. അതിൽ പ്രതിയായിട്ടുള്ള AC മൊയ്തീനുണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലറായ മധു അമ്പലപുരം, അരവിന്ദാക്ഷൻ തുടങ്ങി ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ അവരുടെ പാർലമെന്ററി പദവി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ജില്ലയിലുടനീളം പ്രതിഷേധം ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കെ രാധാകൃഷ്ണൻ എംപിയുടെ ചേലക്കരയിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. പക്ഷേ ഈ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് തന്നെ ഈ ഓഫീസിന് സമീപം തടഞ്ഞു. ഈ സമരം ഉദ്ഘാടനം ചെയ്ത അനിലക്കര AICC അംഗം സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് കയറാനുള്ള ഒരു ശ്രമം പ്രവർത്തകർ നടത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ രംഗം ശാന്തമാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അവർ പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല മഴയാണ്. പക്ഷേ ശക്തമായ മഴയായിട്ട് പോലും പ്രവർത്തകർ പിന്തിരിയാതെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പോലീസിനെതിരെ കല്ലുൾപ്പെടെ വലിച്ചെറിയുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം. പോലീസിനെതിരെ കല്ലുൾപ്പെടെ വലിച്ചെറിയുന്നതും ദൃശ്യത്തിൽ കാണാം. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തുടരെ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്തിരിയാത്തൊരു സാഹചര്യം. മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. വള്ളത്തോൾ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ചേലക്കര മുൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് പ്രവർത്തകരെ ഈ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും പ്രവർത്തകർ വീണ്ടും സംഘടിച്ച് പോലീസിന് നേരെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ കോരിച്ചൊരിയുന്ന മഴയുണ്ട്. ഇതൊന്നും വകവെക്കാതെ ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് മാറ്റുകയാണ്. പക്ഷെ അപ്പോഴും പോലീസിനെതിരെയും കെ രാധാകൃഷ്ണൻ എംപിക്കെതിരെയും എല്ലാം ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ന് അനിലക്കര ഉൾപ്പെടെ പറഞ്ഞത് ഇതൊരു ഡീലിന്റെ ഭാഗമാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് അതിൽ കെ രാധാകൃഷ്ണൻ പ്രതിയായിരുന്നില്ല. അത് CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. ആ കൂട്ടുകെട്ടിന്റെ ഉത്പന്നമാണ് സുരേഷ് ഗോപി എന്നുള്ളതാണ് പറയുന്നത്. BJP
പിക്ക് അക്കൗണ്ട് തുറക്കാൻ വഴിതെളിച്ചത് പോലും ആ ഡീലിന്റെ ഭാഗമാണ് എന്ന തരത്തിൽ ആരോപണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു, കെ രാധാകൃഷ്ണൻ എം പി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പിന്തിരിപ്പിച്ച് ഈ ഓഫീസിലേക്ക്, ഇതിന് 100 മീറ്റർ അപ്പുറത്താണ് കോൺഗ്രസിന്റെ ഓഫീസ്, ആ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം അത് നടത്തുകയാണ്. പക്ഷേ പ്രവർത്തകർ അതിവൈകാരികമായി തന്നെ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു പരിധിവരെ പ്രവർത്തകരെ മാറ്റാനും സാധിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, ശരി. തൃശ്ശൂരിൽ കെ രാധാകൃഷ്ണൻ എം പിയുടെ ചേലക്കരയിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് ഈ മാർച്ചിനെ നേരിടുകയാണ്. ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാനിടയാക്കിയത്. 3ാം വട്ടവും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. സൂരജ് സജി അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ സംഭവം ഇപ്പോൾ ചേലക്കരയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൂരജ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്.